ആനന്ദനിലയത്തിലെ ഒരു ഫംഗ്ഷന് വേണ്ടി വിസ്മയോട് പാട്ട് പാടാൻ ആവശ്യപ്പെടാണ് വസുന്ധരയും വർമ്മയും മക്കളും. ഇതിനു വേണ്ടി ശ്യാമയെ വിസ്മയയും അരുന്ധതിയും കോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ശ്യാമ അത് കോൾ അറ്റൻഡ് ചെയ്യാതെ നിൽക്കാണ്. അങ്ങനെ ഫംഗ്ഷന് അരുന്ധതിയും വിസ്മയയും വരികയും ശ്യാമയോട് ദേഷ്യപ്പെട്ട് ചോദിക്കാണ്, ഞങ്ങൾ വിളിച്ചിട്ട് നീ എന്താ കോൾ എടുക്കാത്തതെന്ന്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, ഇത് എൻ്റെ ഫോൺ, എൻ്റെ ഇഷ്ടമെന്ന്. അത് കേട്ട് അരുന്ധതി ദേഷ്യപ്പെടാണ്. വിസ്മയയ്ക്ക് വേണ്ടി നീ പാടണം എന്ന് തർപ്പിച്ച് പറയാണ്. പിന്നീട് വിസ്മയയ്ക്ക് വേണ്ടി ഒരു റൂം അറേഞ്ച് ചെയ്യാണ് അരുന്ധതി. ആ സമയത്ത് വരുൺ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ വസുന്ധരയോട് പറയാണ്, ഞാൻ കുറച്ച് ലേറ്റായി, ഫ്രഷ് ആയിട്ട് വരാം എന്ന്. അങ്ങനെ റൂമിലേക്ക് പോവാണ് വരുൺ. ശ്യാമ പാട്ട് പാടുന്ന റൂമിന് പുറത്ത് നിൽക്കുന്ന അരുന്ധതി ഒരു കോൾ വന്നിട്ട് അരുന്ധതി അവിടെ നിന്ന് മാറാണ്. ആ സമയത്ത് വരുൺ അവിടേക്ക് വരികയും ശ്യാമ പാടുന്നത് നേരിട്ട് കാണുകയും കേൾക്കുകയുമാണ്. ശേഷം ഫംഗ്ഷനിൽ ചായ കൊടുക്കാൻ ഒരു സ്ത്രീ വരികയും ആ സ്ത്രീ ശ്യാമ പാടുന്നത് കണ്ട് ഞെട്ടുകയും കയ്യിൽ ഉണ്ടായിരുന്ന ചായ ഗ്ലാസ് താഴേക്ക് വീഴുകയുമാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് വരുൺ അപ്പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ആ സ്ത്രീ ഈ വിവരം വസുന്ധരയോടും ഐശ്വര്യയോടും പറയുന്നുണ്ട്. അപ്പോൾ തന്നെ എല്ലാവരും ആ മുറിയിൽ പോയി നോക്കുന്നുണ്ട്. അപ്പോൾ മൈക്കിന് മുമ്പിൽ നിൽക്കുന്ന വിസ്മയയെ കാണാൻ എല്ലാവരും. ആ സമയത്ത് അഖിൽ അവിടേക്ക് വരുന്നുണ്ട്. ഈ വിവരം എല്ലാം അറിഞ്ഞ് അഖിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ ശ്യാമയോട് ചോദിക്കാണ്. അപ്പോൾ ശ്യാമ ഒന്നും തന്നെ പറയാതെ പരിഭ്രമിച്ച് നിൽക്കാണ്. പിന്നീട് ശ്യാമ പാടിയത് നേരിട്ട് കേട്ട വരുൺ ശ്യാമയോട് സത്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്